തന്നെ ഒരു മുഖ്യ കമ്മിറ്റിയായ ഒരു സബ് കമ്മിറ്റി ആണ് പ്രവാസി സമിതി. ഖത്തറിൽ നിന്നും ഈ സംഘടനയിൽ നിന്ന് വിട്ടുപോകുന്ന ഇവിടെ സെറ്റിലായ ആളുകൾ, പ്രവാസികൾ തൃശ്ശൂർ ജില്ലാ സൗഹൃദത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അവരെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എങ്ങനെയായിരുന്നോ അവിടെ മുൻകാല ഭാരവാഹികളും പ്രവർത്തകരായാലും എല്ലാവരും ഇവിടെയും നമ്മൾ ഒരു പ്രവാസി സമിതി എന്ന പേര് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദിയിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ്. തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദി ഖത്തർ ഇന്ത്യൻ എംബസിയിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ്. 2025 ഞങ്ങൾ ഏറ്റവും നല്ല പ്രവാസി സംഘടന എന്ന എംബസിയുടെ അവാർഡ് സ്വീകരിച്ച സംഘടനയാണ് തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദി. അതിൻ്റെ സൗഹൃദവേദി എന്താണെന്നും അതിൻ്റെ ചെറിയൊരു ചുരുക്കം നിങ്ങളുടെ കുറിപ്പുകൾ നമ്മൾ തന്നിട്ടുണ്ട്. കാരണം ജാതി, മത, വർണ്ണ, വർഗ, രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. തൃശ്ശൂർ ജില്ലക്കാരെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ഏകദേശം 6000-ഓളം അംഗങ്ങൾ നിലവിൽ ഞങ്ങൾക്ക് ഖത്തറിലുണ്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് ഷറഫ്, വീട് അയ്യന്തോളാണ്. അതിന് തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദിയുടെ ജനറൽ സെക്രട്ടറി ഷറഫ് മുഹമ്മദ് നെയ്യാവനെ, ഷറഫ് മുഹമ്മദ്. അതുപോലെ വേദിയുടെ ആദ്യ പ്രസിഡന്റ് വിഷ്ണു ജയറാം ദേവ്. ഓക്കെ. പിന്നെ ഇവിടുത്തെ നാട്ടിലെ പ്രവാസി സമിതി ചെയർമാൻ ടി പവിത്രൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദിയുടെ കുടുംബ സുരക്ഷ ഭാരവാഹിയായിരുന്നു, ചെയർമാനും നിലവിലെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ഇസ്മായിൽ പി കെ. അതുപോലെ പ്രവാസി സമിതി ജോയിന്റ് കൺവീനർ ആരിഫ് ആരിഫ്. ഇത്രയും ആളുകളാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. പ്രവാസി സമിതി അതിൻ്റെതായ ഒരു സ്ട്രക്ചറോട് കൂടി തന്നെ, അതായത് ഈ 2 വർഷം കൂടുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതേപോലെ തന്നെ പ്രവാസി സമിതിയിലും അതിന്റെ ഭരണ നേതൃത്വങ്ങൾ മാറാറുണ്ട്. എല്ലാ ഈ 2 വർഷം കൂടുമ്പോഴും ഒരു സുതാര്യമായ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തി വരുന്ന ഒരു സംഘടനയാണ് തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദി. അതിന്റെ ഒരു മുഖ്യ ഘടകം കൂടിയാണ് പ്രവാസി സമിതി. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വർഷക്കാലമായിട്ട് ഖത്തറിലെ പ്രവാസി സംഘടന രജത ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വേളയാണ് ഇപ്പോൾ. ഏകദേശം 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെയും നമ്മൾ ഒരു കുടുംബ സംഗമം, നമ്മൾ നിലവിലുള്ള അംഗങ്ങളും മുൻകാല അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു കുടുംബ സംഗമം ഈ വരുന്ന 22-ാം തീയതി ശനിയാഴ്ച ടൗൺ ഹാളിൽ വെച്ച്, കുന്നംകുളം ടൗൺ ഹാളിൽ വെച്ചിട്ട് ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളുടെയും സാംസ്കാരിക സമ്മേളനത്തോടെയും ഒരു ഉച്ചഭക്ഷണത്തോടും കൂടെ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ മറ്റ് ഭാരവാഹികളെ ബന്ധപ്പെട്ട പ്രസിഡന്റിനും കൂടി സംസാരിക്കും. ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും നിറഞ്ഞ മനസ്സോടുകൂടെ സ്വാഗതം ചെയ്തോളൂ. പ്രിയരെ, നമസ്കാരം. തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദി 2002 ഏപ്രിൽ 8-ാം തീയതി അന്നത്തെ തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്ന ടി.ഒ. സൂരജ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായിട്ട് ഇന്ത്യൻ അംബാസിഡർ രഞ്ജൻ മത്തായി, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദിയുടെ ചീഫ് പാട്രൺ യശസ്വരനായ അഡ്വക്കേറ്റ് CK മേനോന്റെ നേതൃത്വത്തിൽ സൗഹൃദവേദി രൂപം കൊണ്ടു. പിന്നിട്ട നാളുകളിൽ ചെറുതല്ല. ഏതാണ്ട് 2.5 ദശാബ്ദക്കാലം തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദി അതിലെ മെമ്പർമാരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും താങ്ങും തണലുമായി പ്രവർത്തിച്ച സാമൂഹിക സാംസ്കാരിക സംഘടനയാണ്. തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദി എല്ലാ കൊല്ലവും സമൂഹ നോമ്പുതുറ, അതുപോലെ തന്നെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രക്തദാന ക്യാമ്പ്, അതുപോലെ തന്നെ എല്ലാ കൊല്ലവും ഓണത്താളം എന്നീ പരിപാടികൾ നമ്മൾ കൊല്ലം തോറും നടത്തിപ്പോരാറുണ്ട്. രക്തദാന ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അംഗബലം കൊണ്ട് ഞങ്ങൾ ഒരു ദിവസം രക്തം കൊടുക്കുന്ന ഏതാണ്ട്
469 ആൾക്കാർ പോർക്ക് ഒരു ദിവസം നിങ്ങൾ രക്തദാനം ചെയ്യുകയുണ്ടായി. അത് ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ഏറ്റവും വലിയ റെക്കോർഡാണ്. അവർ അത് പ്രത്യേകം നമ്മളെ പ്രശംസ തരികയും നമ്മൾക്ക് അതിനുള്ള അംഗീകാരം നൽകുകയും ഉണ്ടായി. അതുപോലെ തന്നെ നിലവിൽ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ 5450 മെമ്പർമാരാണുള്ളത്. ഒരു വർഷം സൗഹൃദവേദിയുടെ വിവിധ ക്ഷേമ കമ്മിറ്റികളായ കുടുംബ സുരക്ഷാ പദ്ധതി, കാരുണ്യം പദ്ധതി, ഭവന പദ്ധതി, ഹെൽപ്പ് ഡെസ്ക്, ഇങ്ങനെ നിരവധി സബ് കമ്മിറ്റികൾ തൃശ്ശൂർ ജില്ലാ സൗഹൃദയുടെ കീഴിലുണ്ട്. അതായത് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ മുഖ്യത് നമ്മുടെ മെമ്പർമാരുടെ വിധിക്ക് കീഴ്പ്പെട്ട് അവരുടെ മരണം സംഭവിക്കുക, അവരുടെ കുടുംബത്തിന് താങ്ങും തണലുമായി ഞങ്ങൾ അവരുടെ ഒപ്പം നിൽക്കാറുണ്ട്. നിലവിൽ നമ്മൾ ഒരു മെമ്പർക്ക് ദേഹവിയോഗം ചെയ്താൽ അവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കാരുണ്യം പദ്ധതി എന്ന് വെച്ചാൽ അംഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും വരുന്ന ചികിത്സയ്ക്കുള്ള സഹായമാണ്. അത് ഹൃദ്രോഗം, ക്യാൻസർ, സ്ട്രോക്ക്, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ഇവയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അപേക്ഷ തന്നു കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ 60,000 രൂപ വെച്ച് സഹായം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന നമ്മുടെ മെമ്പർമാർക്ക് 10 വർഷം കഴിയുമ്പോഴും 15 വർഷം കഴിയുമ്പോഴും 20 വർഷം ചെയ്യുമ്പോഴും 50,000 രൂപ തൊട്ട് ഓരോന്നിനും കൂട്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നിലവിൽ നമ്മൾക്ക് ഈ ക്ഷേമ പ്രവർത്തനത്തിനായിട്ട് ഒരു 6 ലക്ഷം രൂപ ഓരോ മാസവും നമ്മൾ ഇവിടെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൗഹൃദവേദിയുടെ മുഖ്യ ലക്ഷ്യം ചേർന്ന് നിന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആലോചിച്ച് പ്രവാസി സമിതി എന്ന ഒരു സംഘടനയ്ക്ക് ഇവിടെ നേതൃത്വം കൊടുത്തതും അത് നിലവിൽ വന്നതും അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളമായി അല്ലേ, 1.5 വർഷത്തോളമായി ഇപ്പോൾ. അപ്പോൾ ഈ സിൽവർ ജൂബിലി നമ്മൾ ജൂൺ 26-ാം തീയതി നമ്മൾ ഭവൻസ് പബ്ലിക് സ്കൂളിൽ ലോഗോ ലോഞ്ചിങ്ങോടുകൂടി ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ആദ്യം നടത്തി ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പാണ്. അത് കഴിഞ്ഞ് ഫിഫയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഷൂട്ട് ഔട്ട് കോമ്പറ്റീഷൻ നടത്തി. ഇനി അടുത്ത് വരുന്നത് മെഗാ പരിപാടി ഓണത്താളമാണ്. അത് സെപ്റ്റംബർ 18-ന് റീജൻസി ഹാളിൽ വെച്ച് ഖത്തറിൽ നടത്തപ്പെടും. അതുപോലെ വിവിധ പരിപാടികൾ, സ്പോർട്സും മാനവ സൗഹൃദ സംഘവും എല്ലാ കൊല്ലവും ഞങ്ങൾ നവംബറിൽ നടത്താറുണ്ട്. മാനവ സൗഹൃദ സംഘവും അത് ഇപ്രാവശ്യം നടത്തും. അത് കഴിഞ്ഞ് വന്നാൽ നമ്മൾക്ക് ഏപ്രിലോടുകൂടി തൃശ്ശൂരിൻ്റെ തന്നെ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മിനിയേച്ചർ തൃശ്ശൂർ പൂരം നടത്തി ഏപ്രിൽ 23-ന് ഈ സിൽവർ ജൂബിലിക്ക് സമാപനം കുറിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ശനിയാഴ്ച കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കുന്ന കുടുംബ സംഗമത്തിന് നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ പ്രസിഡന്റ് നിലയിലും വ്യക്തിവേഗമായും നിങ്ങൾ ക്ഷണിക്കുക. നിങ്ങളുണ്ടാവണം. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളവിടെ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ വിവിധ കലാപരിപാടികളും അതുപോലെ തന്നെ നമ്മളുടെ മെമ്പർമാരുടെ മക്കൾക്ക് SSLCക്കും 12-നും കിട്ടിയ അവർക്ക് ഒരു മൊമെൻറ്റോയും സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ഉണ്ട് 2 മണിക്കൂറോളം. അത് കഴിഞ്ഞാൽ ഓണസദ്യയാണ്. അതിനുശേഷം വിവിധ കലാപരിപാടികളോട് കൂടി 5:30-ക്ക് വൈൻഡപ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉദ്ഘാടനം ഇപ്പം നിലവിൽ നമുക്ക് AC മൊയ്തീൻ MLA ആണ് തരുന്നത്. ഞങ്ങൾ ആദ്യം മറ്റേ മന്ത്രി OG ജനീഷിനെ ക്ഷണിച്ചിരുന്നെന്ന് പുള്ളി വരാൻ വെയിറ്റിരുന്നതാണ്. പക്ഷെ നിലവിൽ ഓണത്തിൻ്റെ പരിപാടിയായിട്ട് സെക്രട്ടേറിയറ്റ് എന്തൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഇന്ന് ഞങ്ങൾക്കൊരു റിഗ്രഷൻ ലെറ്റർ കിട്ടി. പക്ഷെ നിലവിലിപ്പോൾ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യാം. ഇവിടെയോ? ഇവിടെ ഇപ്പോൾ ഖത്തറിലുള്ളവര് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പോകുന്നവർക്കുള്ളതാണ് ഇത് പ്രവാസി ഫോം. ഇല്ല, പ്രവാസ സമിതി ഇല്ല. അവിടെ ഉള്ളത് അത് ഖത്തറിലുള്ളത്.
ആക്റ്റീവ് മെമ്പർമാർ. അവിടുന്ന് പോരുന്നവർ ഇവിടെ കയറും. അതായത് അവിടെ നമ്മൾ ലീവ് ഫോർ ഗുഡ് തിരിച്ചു വരില്ലേ, ക്രോസ് ചെയ്ത് അവസാനിച്ച് വരുന്നവരെ ഏകദേശം 3000 മേലെ ആളുകളുണ്ട്. അപ്പൊ അവരിപ്പോ ഓരോരുത്തർ രജിസ്ട്രേഷൻ തുടങ്ങി ഇപ്പൊ പുതിയ തുടങ്ങിയിട്ടുള്ളൂ. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. 1500ഓളം 1500ഓളം പേരുണ്ടോ. ഫണ്ടിങ് അതായത് നമ്മൾ ഖത്തറിലെന്ന് വെച്ചാൽ നോമിനൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അവിടെ ചാരിറ്റി ഇതിനൊന്നും ഒരു പൈസ കളക്ട് ചെയ്യാൻ ശരിക്കും ഒരു അവിടുത്തെ വ്യവസ്ഥ ഇല്ല. അവിടെ എന്തെങ്കിലും ഡൊണേഷൻ ചാരിറ്റിന് ഖത്തർ റെഡ് ക്രോസിനും മാത്രമാണ് ഇതുള്ളത്. നമ്മൾ ചെറിയൊരു നോമിനൽ ഫീസ് മേടിക്കും. ആ ഫീസ് തന്നെയാണ് അതിൽ നിന്ന് കൊടുക്കുന്നതാണ് നമ്മൾ ഇവർക്ക് ഈ ചികിത്സ സഹായം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് സ്പോൺസർഷിപ്പിലൂടെ ചെയ്യാം. ഓണത്താളം പറ്റുന്ന ആ ഫണ്ടിൽ നിന്ന് അതൊന്നും കാര്യമില്ല. അത് ചികിത്സ ഈ മെമ്പർമാരും ഉന്നമനത്തിനും മാത്രമായിട്ട് ചിലവാക്കുന്ന ഫണ്ടാണ്. അല്ലല്ല, 3000 ആളുകളുണ്ടല്ലോ തിരിച്ചു വന്നവര്. 3000 ആൾ ഇപ്പൊ നിലവിൽ തിരിച്ചു വന്നിട്ടുണ്ട്. 115 ആളെന്ന് ഇപ്പൊ അവര് അതിൽ രജിസ്റ്റർ ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ്. അത് ആഡ് ചെയ്ത് കൊണ്ടുപോയിട്ടിരിക്കും. ഇപ്പൊ അടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ അല്ല 1.5 വർഷമായിട്ടുള്ളൂ. അതാ തൃശ്ശൂർ ജില്ലാ സൗകര്യം ഖത്തറിലുള്ളത്. ഖത്തറിൽ നിന്ന് വളരെ റിട്ടയർമെന്റ് ലീവിംഗ് ഫോർ ഗുഡായി വരുന്ന ആൾക്കാരെ സംഘടിപ്പിച്ച് ഞങ്ങൾ കൊണ്ടുവരുന്നു. അതായത് ഇപ്പൊ ഞാന് പണ്ട് ഒരു പഴഞ്ചൊല്ലില്ലേ, പഴുക്കപ്ലാവില് നിൽക്കുന്ന ഇത് വരുന്ന പറയില്ലേ, പച്ചപ്ലാവിൽ ചിരിക്കുന്നു പറയില്ല. ഞങ്ങളും ഇതുപോലെ വരേണ്ടവരാണ്. നമ്മൾ ഇപ്പൊ അതുണ്ട്, ഫണ്ടുണ്ട്. നമ്മള് 3.25 കോടി രൂപകളൊക്കെ നമുക്ക് ചെലവ് വരാറുണ്ട് ഒരു കൊല്ലത്തിൽ. കോൺട്രിബ്യൂഷൻസ് എടുക്കും. അതായത് നമ്മള് ഇപ്രാവശ്യം വരുന്ന എന്ത് ചെലവ് വരുന്നതിന് അടുത്ത റിന്യൂവലിന് അതിന്റെ കോൺട്രിബ്യൂഷൻ റീഫണ്ട് ചെയ്യും. 2 റിയാൽ 3 റിയാലൊക്കെ വരും. ഇപ്പൊ കാരുണ്യം എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിന് 2 റിയാൽ ഒരാളുടെ മെമ്പറുടെ ഇത് മേടിക്കുക. നമ്മൾ 4 അസുഖങ്ങൾക്ക് കൊടുക്കുന്നത് 60,000 രൂപയാണ്. പ്രോപ്പർ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തിട്ട് കൊടുക്കുക. ഞങ്ങൾക്ക് ടീമുണ്ട്. നമ്മളുടെ തന്നെ ഇവിടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇസ്മയിൽ ആദ്യം മരുമകൾ അവിടെ ചെയ്യാറുണ്ട്. അവരൊക്കെ വെരിഫൈ ചെയ്ത് പ്രോപ്പർ ഇതിൽ കൂടെ തന്നെ കൊടുക്കും. അതേപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഈ മനുഷ്യ ഇവരുടെ ഫാമിലിക്കും നമ്മൾ വിത്തിൻ 1 മന്ത് പേയ്മെന്റ് കൊടുത്തിരിക്കും. നോർക്കയിൽ ആദ്യം നമ്മൾ പെൻഷൻ ഇതായി കഴിഞ്ഞാൽ ഫസ്റ്റ് പെൻഷൻ 3500 രൂപയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു സീനിയോറിറ്റിയും അവരുടെ എത്ര കാലം അടച്ചിട്ടുണ്ട് അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് വേരിയേഷൻ വരും. ഗവൺമെന്റിന്റെയാണ്. നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതേപോലെ ഭവന പദ്ധതി, അതായത് ഖത്തറിൽ തന്നെ നമ്മുടെ മെമ്പർമാരായിട്ട് തീരെ ബുദ്ധിമുട്ടായി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വളരെ സ്ക്രൂട്ടിനായി വളരെ ഇതായിട്ടുള്ള ഞങ്ങൾ ഭവന പദ്ധതി കൊടുക്കുന്ന 4 വീട് നമ്മൾ വെച്ച് കൊടുത്ത് 5ാമത്തെ വീടിന്റെ ഓൺഗോയിങ് പ്രോസസ്സാണ്. ഈ ഡിസംബറിന് മുന്നത് നമ്മൾ അതിൻ്റെ ചെയ്യും. സെലക്ട് ചെയ്ത ആൾക്കാരെ, ഒന്ന് ഗുരുവായൂരുള്ളതും പിന്നെ ഒന്ന് നമ്മുടെ സ്ഥലം ഗുരുവായൂരും പിന്നെ ഒന്ന് കൊടുങ്ങല്ലൂർ സ്കൂട്ടിനി 2 ആളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കും. ഒരു 10 ലക്ഷം രൂപ ഇപ്പോഴത്തെ നിലവിൽ ചെലവ് വരുന്നുണ്ട്. ഒരു 750 സ്ക്വയർ ഫീറ്റിനതിൽ 2 ബെഡ്റൂം ആയിട്ടുള്ള ഇതൊക്കെ കൊടുക്കണം. അതൊക്കെ അതിൻ്റെ കഴിയാവുന്ന രീതിയിൽ നമ്മൾ പറയില്ലേ, നമ്മുടെ മെമ്പർമാരായവരെ കഴിയാവുന്ന രീതിയിൽ അവർ ചേർത്ത് നിർത്താൻ എല്ലാ പാരാമീറ്റേഴ്സിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഹമദ് ഹോസ്പിറ്റലാണ് നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റൽ. ഇവിടുത്തെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലെ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സെക്ടറിലായാലും ഞങ്ങൾ ഹെൽപ്പ് ഡെസ്കിൻ്റെ ചെയർമാനും അവർ കമ്മിറ്റി പോയി വിസിറ്റ് ചെയ്ത് നമുക്ക് റിപ്പോർട്ട് തരും. അതിനായി നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്യാറുണ്ട്. ഇവിടെ പ്രവാസി സമിതിയിലുള്ള ആളുകളും അവിടെ മുൻകാല ഭാരവാഹികളൊക്കെ ആയിരുന്ന ആളുകളാണ് എല്ലാവരും. അതുപോലെ പല പദ്ധതികളൊക്കെ ചെയർമാന്മാരും ആൾക്കാരുണ്ടായിരുന്നു. ഞാനും ഷറഫൊക്കെ ഇതിൽ പറയുന്നത്, ഇപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ചേർപ്പ് സെക്ടറായിരുന്നു. ചേർപ്പ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പോൾ നാട്ടികയായി. അപ്പോൾ നമ്മൾ ചെറിയ സ്റ്റെപ്പിൽ തന്നെ വന്നാണ്. ആദ്യം ഇതിൽ റിസീവറായി, പിന്നെ സെക്ടർ ചെയർമാനായി, പിന്നെ സെക്രട്ടറിയായി, ഫിനാൻഷ്യൽ കൺട്രോളറായി, ജനറൽ സെക്രട്ടറിയായി, ഇപ്പോൾ പ്രസിഡന്റായി. അദ്ദേഹം അതേപോലെ തന്നെ ഷറഫൊക്കെ ഞങ്ങളൊക്കെ തുടക്കം തൊട്ടേ ഉള്ളതാണ്. ഇസ്മയിലിക്ക വളരെ സീനിയറാണ്, പവിത്രനും ഇവരെല്ലാവരും ഒരിതിലായി. പിന്നെ നമ്മുടെ ജോലിയുടെ കാര്യം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇവിടുത്തെ പോലെയല്ല. ഇവിടെ ജോലി കിട്ടിയ ഒരു സേഫാണ്. ഞങ്ങൾക്ക് 20-25 വർഷം സർവീസുള്ള ഒരാളായാലും യുവർ സർവീസ് ഈസ് നോ മോർ റിക്വയർഡ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സെറ്റിൽമെന്റ് മേടിച്ച് വരാനേ പറ്റുള്ളൂ. വേറെ ഒരു ചോദ്യമില്ല. ഇവിടെയാണ് ശക്തമായ നല്ലൊരു ഭരണ ഒരു അടിത്തറ ഉള്ളതാണ്. നമ്മൾ ഓരോ 10 അംഗങ്ങൾക്ക് ഓരോ കൗൺസിലർ മുതൽ അവിടുന്ന് എക്സിക്യൂട്ടീവ് സംഘങ്ങൾ, അവിടുന്ന് സെൻട്രൽ കമ്മിറ്റി, അങ്ങനെ ഒരു എന്താ പറയുക സുതാര്യമായി 2 വർഷം കൂടുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുക.
ആ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരിക. ഇപ്പൊ ഇതുവരെ തൃശ്ശൂർ അങ്ങനെ ഒരു എതിരൊന്നും വന്നിട്ടില്ല, പാനൽ ഇത് വന്നിട്ടില്ല. മിക്ക പാനലുകൾ 25 വർഷക്കാലം ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അതിലാണ് 15 സെക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ പിന്നെ ഞങ്ങളവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ അൽക്കോറിന് 2 സെക്ഷൻ ഉണ്ട്. അത് അവിടെ കുറച്ചൊരു കമ്മ്യൂണിറ്റി കൂടുതലുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ടി എല്ലാവരും ആ ഏരിയയിൽ നിൽക്കും. ഇൻഡസ്ട്രിയൽ ഏരിയ ഉള്ളവർ എല്ലാവരും ഏത് സെക്ടറിലായാലും അവിടെ രജിസ്റ്റർ ചെയ്യും. അതുപോലെ അൽക്കോറ് കുറച്ച് ഫാർ ഡിസ്റ്റൻസ് ഉള്ളതാണ്. അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ, സ്ട്രക്ചർ. എന്തെങ്കിലും ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. രക്ഷകർത്താവായിരുന്നത് ഞങ്ങളുടെ മുഖ്യ രക്ഷാധികാരിയായിട്ട് ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ CK മേനോൻ സാറാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യ രക്ഷാധികാരി. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴത്തെ നോർക്ക ഡയറക്ടർ JK മേനോനാണ് രക്ഷാധികാരി. മുഖ്യ രക്ഷാധികാരി എന്നുള്ളത് ഇനി വേറെ ആരും കൊടുക്കില്ല, അത് CK മേനോൻ സാറിന് തന്നെയാണ്. ഇപ്പോൾ ഉള്ളത് രക്ഷാധികാരിയായിട്ട് JK മേനോൻ സാറാണ്. തൃശ്ശൂർ ജില്ലാ അവിടെ ചോദിച്ചല്ലോ പ്ലീസ്. ഞങ്ങളുടെ പ്രവാസി സമിതിയുടെ ചെയർമാനാണ്. ഞങ്ങള് അതും ഞങ്ങൾ ഇതിന്റെ ഈ നേരത്തെ ചോദിച്ച പോലെ 130 എണ്ണം കൂട്ടി വരണം. ഏകദേശം തൃശ്ശൂരിൽ നിന്ന് വിട്ടുപോലെ 20,000 ആൾക്കാരോട് ഉണ്ട് ശരിക്കും. നമുക്ക് എത്തപ്പെടാൻ പറ്റിയിട്ടില്ല. നമ്പറുകൾ മാറി, കണക്ഷൻ മാറി, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് 3,000 നമ്മൾ കണക്ട് കിട്ടും. ഇനി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കറക്റ്റ് ആയിട്ട് സ്റ്റുഡന്റ് വരും, കാരണം സമിതി രൂപം കൊണ്ട് അതുകൊണ്ട് വരും. താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. എൻ്റെ പേര് പവിത്രൻ, പുതുമനശ്ശേരി. ഖത്തറിൽ ഏകദേശം 40 വർഷത്തോളം പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സൗഹൃദവേദി പ്രവാസി സമിതി തൃശ്ശൂർ ഇവിടെ രൂപം കൊണ്ടത്. തിരിച്ചു വന്ന പ്രവാസികൾ ഏകദേശം 3,300 ചിലനം ആളുകൾ ഇപ്പോൾ നിലവിൽ തൃശ്ശൂർക്കാരായിട്ടുണ്ട്. എല്ലാ പ്രവാസികൾക്കും നമ്മൾ മുൻഗണന കൊടുക്കില്ല. തൃശ്ശൂർ ജില്ലാ സൗഹൃദ മെമ്പറായിരുന്ന ആളുകൾ ഏതൊരു കാരണവശാലും തിരിച്ച് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വരുന്നവരെയാണ് നമ്മൾ ഇവിടെ കൂട്ടുപിടിക്കുന്നത്. അതിലേകദേശം രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 വർഷക്കാലമായി അതിൻ്റേതായ രജിസ്ട്രേഷൻ പ്രോസസ്സിങ് ചെയ്യാൻ ഒരുപാട് കാലതാമസം നമ്മുടെ ഭാഗത്തു നിന്നും പിന്നെ ഔദ്യോഗികമായി കിട്ടാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അതിനെ സത്യസന്ധത മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്കിവിടെ സൗഹൃദവേദി പ്രവാസി സമിതി ലൈസൻസ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഓഫീസ് തൃശ്ശൂർ തന്നെയാണ്, പൂത്തോട്. ഇവിടെ വന്നിരിക്കുന്ന പ്രവാസി സമിതിയിൽ ചേർന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു രൂപകൽപ്പനയാണ് ഈ പ്രവാസി സമിതി സൗഹൃദവേദി പ്രവാസി സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദിയുടെ മുഖ്യമന്ത്രിയായ ജാതിമത വർണ്ണവർഗ രാഷ്ട്രീയ ഭേദമന്യേ നടക്കുന്ന ഈ സംരംഭത്തിന്റെ കൂട്ടായി നടക്കുന്ന ഒരു സംഘടനയാണ് ഇവിടുത്തെ സൗഹൃദവേദി പ്രവാസി സമിതി. ഇവിടെ അടുത്ത് നമുക്ക് നടക്കുന്ന എല്ലാ വർഷങ്ങളിലും കുടുംബ കൂട്ടായ്മകൾ നടക്കാറുണ്ട്, കുടുംബ സംഗമങ്ങൾ നടക്കാറുണ്ട്. ഖത്തറിലും തൃശ്ശൂരും ഒരേ സമയം നടക്കാറുണ്ട്. അവിടെ 2 വർഷം കഴിയുമ്പോൾ ഒരു വർഷം ഇവിടെ നടക്കുന്നു. അത് ഇപ്രാവശ്യം നമുക്ക് സിൽവർ ജൂബിലി 25 വർഷം പിന്നിട്ട് വരുന്ന തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദിയുടെ കുടുംബ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് 22-ാം തീയതി ഓഗസ്റ്റ് 22 ശനിയാഴ്ച കുന്നംകുളം മുനിസിപ്പൽ ഹാളിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മളെ ഒരു പത്രസമ്മേളനത്തിന് വിളിച്ച നിങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യപരിപാടികളിലെ വിശദ വിവരങ്ങൾ നമ്മൾ ബ്രോഷർ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ വിവരങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തെ പറ്റി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവിടെ സംസാരിച്ചു. ഇനിയും ഉള്ള നാഴികക്കല്ലുകൾ എന്ന് വെച്ചാൽ ഈ തിരിച്ചു വരുന്ന പ്രവാസികൾ കൂട്ടുപിടിച്ച് അവർക്ക് എന്തെങ്കിലും മരുന്നിനോ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു പദ്ധതി കൊണ്ടാണ് നമ്മൾ, പല പദ്ധതികളുമുണ്ട്, അതിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത്. പ്രവാസി സമിതി സൗഹൃദവേദി പ്രവാസി സമിതിയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം.